PK ലേണിങ്സിൻ്റെ ഒരു നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് VNSSൻ്റെ ലാസ്റ്റ് പോർഷൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ലാസ്റ്റ് പോർഷൻസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് സെക്ഷൻ 186 തൊട്ടുള്ള പ്രൊവിഷൻസ് ആണ്. 186 ഇതാണ് പറയുന്നത്, എപ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലം വെൻ എ പോലീസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ മേ റിക്വയർ അനദർ ടു ഇഷ്യൂ സെർച്ച് വാറണ്ട്. മറ്റൊരു സ്റ്റേഷൻ പരിധിയിലുള്ള 186 അനുസരിച്ച് പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥന് മറ്റൊരാളോട് തിരച്ചിൽ വാറണ്ട് പുറപ്പെടുവിക്കാൻ എപ്പോഴൊക്കെ ആവശ്യപ്പെടാം എന്നുള്ളതാണ് 186 നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം 186 അനുസരിച്ച് നമ്മൾക്ക് തൊട്ട് മുമ്പേ 185 അനുസരിച്ച് നമ്മൾ സെർച്ച് വാറൻ്റൊക്കെ പുറപ്പെടുവിക്കുന്ന കണ്ടു. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്നതും സെർച്ച് ചെയ്യുന്നതും ഒക്കെ കണ്ടു. ഇനി അത് മറ്റൊരു സ്റ്റേഷൻ്റെ പരിധിയിലാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിലോ അദ്ദേഹത്തിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ളതോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യുന്നതാണ്. എന്നാൽ ഇനി ഇദ്ദേഹം സെർച്ച് ചെയ്യേണ്ടത് ആ സ്റ്റേഷൻ്റെ പരിധിയിലല്ല, മറ്റൊരു സ്റ്റേഷൻ്റെ പരിധിയിലാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. അപ്പോൾ ഈ പോലീസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ സ്റ്റേഷൻ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തതും അതുമാത്രമല്ല അദ്ദേഹമായിരിക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും. ഇങ്ങനെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മറ്റൊരു റിക്വയർ ആൻ ഓഫീസർ മറ്റൊരു അനദർ പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെടാം എന്ന് ചോദിച്ചാൽ വെദർ ഇൻ ദ സെയിം അല്ലെങ്കിൽ അതേ ജില്ലയിൽ തന്നെയുള്ളതോ മറ്റേതെങ്കിലും ജില്ലയിലുള്ളതോ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടാവുന്നതാണ്. എന്ത് ചെയ്യണം? ഈ A എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് B എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലുള്ള പരിധിയിലുള്ള ഒരു സ്ഥലമാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ A അന്വേഷണ ഉദ്യോഗസ്ഥൻ B എന്ന് പറയുന്ന സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെടുകയാണ് ഇന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, ഈ സെർച്ച് നടത്തണമെന്നുള്ളത്. എനി കേസ് വിച്ച് ദ ഫോർമർ ഓഫീസർ എവിടെയാണ് സെർച്ച് നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് ആവശ്യപ്പെടാം. ഓക്കെ, ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ റെക്കോർഡിംഗ് എല്ലാം 185 അനുസരിച്ച് ഓക്കെ. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഇതൊരു റിക്വയർമെൻറ്റ് വന്നു, രണ്ടാമത്തെ സ്റ്റേഷൻ പരിധിയിൽ ഇപ്പോൾ അവിടെ സഫിഷ്യൻ്റ് പോലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? പോയി പറഞ്ഞ സെർച്ച് നടത്തണമെന്നുള്ളതാണ്. എന്നാൽ ഈ പറയുന്ന A എന്ന് പറയും ഇപ്പം നമ്മളെ സംബന്ധിച്ച് എത്രയും വേഗം പ്രതിയെ പിടിക്കുക, സെർച്ച് നടത്തുക എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഇവിടെ എന്ത് വരുന്നു? ഇവിടെ നിന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് ആവശ്യപ്പെട്ട് അവിടുന്ന് പോലീസുകാർ പോയി പിന്നീട് അതായത് ഡിലേ വരും. എപ്പോഴിങ്ങനെ ഡിലേ വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡിലേ വരുന്നതനുസരിച്ച് എവിഡൻസ് എന്ന് പറയുന്നത് കിട്ടാനുള്ള ചാൻസും കുറയും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതായത് എവിഡൻസ് കിട്ടാനുള്ള ചാൻസ് കുറയും, അത് നശിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ ലോഫുള്ളായിട്ട് ആദ്യം ഈ സെർച്ച് നടത്തേണ്ട ഏത് ഉദ്യോഗസ്ഥരാണോ ഇവർക്ക് നേരിട്ട് പോയി എവിടെയാണോ സെർച്ച് ചെയ്യേണ്ടത് അവിടെ സെർച്ച് ചെയ്യാം. മേക്കിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ സെർച്ച് ചെയ്യാവുന്നതും അങ്ങനെ ആ സ്ഥലങ്ങൾ സെർച്ച് മറ്റൊരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിക്കൊള്ളട്ടെ അവിടെ പോയി സെർച്ച് നടത്താവുന്നതും 185 അനുസരിച്ച് അവരുടെ സ്വന്തം അതായത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണം പറഞ്ഞാൽ A എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എങ്ങനെ സെർച്ച് നടത്തുന്നു അതുപോലെ തന്നെ B എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ്റെ പരിധിയിൽ പോയി നമുക്ക് സെർച്ച് നടത്താം. കാരണം ഇവിടെ നിന്ന് അവിടെ റിക്കവർ ചെയ്ത് അവിടുന്ന് ആൾ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് എവിഡൻസ് കിട്ടാനുള്ള ചാൻസും അത് നശിപ്പിക്കപ്പെടാനുള്ളതും ഒക്കെ സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഈ പറയുന്ന സ്റ്റേഷനിലുള്ള A എന്ന് പറയുന്ന സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് വേഗം തന്നെ പോയി എന്ത് ചെയ്യാവുന്നതാണ്? അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ സെർച്ച് നടത്താമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അങ്ങനെ സെർച്ച് നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നോട്ടീസ് അവിടെ സെർച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏത് സ്റ്റേഷൻ്റെ പരിധിയിലാണോ ഇവർ സെർച്ച് ചെയ്യുന്നത് ആ സ്റ്റേഷനിൽ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല ഒരു നോട്ടീസും കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് എന്തൊക്കെ സെർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കിട്ടി അതിൻ്റെ ഒരു നോട്ടും ഒരു റിപ്പോർട്ടും കൂടെ കൊടുക്കേണ്ടതാണ്. ദെൻ ഇത് മാത്രമല്ല സെർച്ച് ചെയ്യുന്ന സ്ഥലത്തുള്ള ഓണർ അല്ലെങ്കിൽ ഒക്കുപ്പയറിന് അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ തന്നാലും തന്നില്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി കൊടുത്തിരിക്കണം, ഇതിൻ്റെ ഒരു സെർച്ചിൻ്റെ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത 187 പറയുന്നത് 187 പറയുന്നു 24
പ്രൊസീജിയർ വെൻ ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 24 hours, 24 മണിക്കൂറിനകത്ത് വെച്ച് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമം. തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ഇല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സെർച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. സെർച്ച് ചെയ്യാം, ഈ സെർച്ച് ആൻഡ് സീഷറിൽ നമ്മൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഇവിടെ പ്രത്യേകത അതൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചെല്ലുന്നു, സെർച്ച് നടത്തുന്നു. ആഫ്റ്റർ ദാറ്റ് എങ്ങനെയാണ് മറ്റൊരു സ്റ്റേഷൻ പരിധിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക? ദെൻ അത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് വെച്ച് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. എപ്പോഴാണോ ഏതെങ്കിലും ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത്, ഇത് ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 24 മണിക്കൂറിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് 58 സെക്ഷൻ അനുസരിച്ച് പറയുന്നത്. എന്നാൽ അവിടെ ഗ്രൗണ്ടുകളുണ്ട്. എന്താണ്, ബിലീവിങ് ദാറ്റ് അക്യൂസേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതായത് വ്യക്തമായിട്ടുള്ള എന്താണ് അക്യൂസേഷനാണ്. ഈ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ അപ്പോൾ എന്ത് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഓഫീസർ എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥൻ എന്താണ്, ഈ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം, ഏറ്റവും നിയറസ്റ്റ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ്. എന്താണ് ഈ മജിസ്ട്രേറ്റിന് അപ്പോൾ 24 മണിക്കൂറിനകത്ത് വെച്ച് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇയാൾക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് എന്താണ് വെൽ ഫൗണ്ടഡ് ആയിട്ടുള്ള, വ്യക്തതയുള്ളതും കൃത്യമായിട്ടുള്ളതും അങ്ങേയറ്റം വെൽ ഫൗണ്ടഡ് ആയിട്ടുള്ള ഒരു അക്യൂസേഷനുമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിനെ പറഞ്ഞ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് റിപ്പോർട്ടേഴ്സ് ഉൾപ്പെടെ വിടുക. അങ്ങനെ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ എന്താണ് ഹാജരാക്കി കഴിഞ്ഞാൽ ഈ മജിസ്ട്രേറ്റിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഈ കേസ് ട്രയൽ നടത്താൻ ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതെല്ലാം ഈ പേഴ്സണെ മുന്നിലെത്തുന്ന അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് വിടാൻ പറ്റിയിട്ടില്ല, ബെയിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബെയിലിൽ പോയ വ്യക്തിയുടെ ജാമ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ the detention of the accused in custody as such a magistrate thinks fit for a time not exceed. അപ്പോൾ അടുത്ത 15 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാവുന്നതാണ്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് 24 മണിക്കൂറിനകത്ത് വെച്ച് 24 hours എന്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അക്യൂസ്ഡ് പേഴ്സണെ പ്ലസ് ഇതുവരെയുള്ള റിപ്പോർട്ടും കൂടെ കൊടുത്തുകൊണ്ട് ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഈ എന്തുള്ള വ്യക്തി ആയിക്കോട്ടെ, കേസ് ട്രയൽ നടത്താൻ ജൂറിസ്ഡിക്ഷൻ ഉള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഇല്ലാത്ത ആളായിക്കോട്ടെ, എനിവേ അവിടെ ഹാജരാക്കുന്നു. ഈ ഹാജരായി കഴിഞ്ഞിട്ട് നോക്കുന്നു ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു വിടാൻ പറ്റുന്ന വല്ല വ്യവസ്ഥ ഉണ്ടോ, അല്ലെങ്കിൽ ബെയിൽ, ഇദ്ദേഹം ചെയ്ത കുറ്റം അനുസരിച്ച് ബെയിൽ കിട്ടുന്ന പ്രൊവിഷൻസ് വല്ലതും ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ബെയിലിൽ പോയ വ്യക്തിയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ആളാണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഇനി ഈ കേസിൻ്റെ ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേഷനൊക്കെ മുൻനിർത്തിക്കൊണ്ട് 15 കുറയാത്ത കുറേ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാൻ ആർക്കും നിർദ്ദേശിക്കാവുന്നതാണ്, മജിസ്ട്രേറ്റിന് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞ് 24 തീർന്നില്ലെങ്കിൽ 15 വരെയാണ് പോകുന്നത്. ഓക്കെ, ഇനി or in any parts എന്നുള്ളതാണ്. 15 days in the whole or in any parts at any time during the initial 40 days or 60 days out of detention of period of 60 days or 90 days as the case may be. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15 കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 അടുത്ത 60 days ഉണ്ട്, പിന്നെ അടുത്തത് 90 days. ഇങ്ങനെയാണ് കണക്ക് പോകുന്നത്. 24 മണിക്കൂറാണ്. 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന 15 ദിവസമാണ്. ആ 15 ദിവസം എന്ന് പറയുന്നത് 15 ദിവസത്തിൽ കൂടുതൽ വേണമെങ്കിൽ അടുത്ത 60 ദിവസമാണ്. 60 ദിവസത്തിൽ കൂടുതൽ വേണമെങ്കിൽ 90 ദിവസമാണ്. മാക്സിമം എത്ര ദിവസം വരെ കിട്ടും? 90 ദിവസത്തിനകത്ത് വെച്ച് അന്വേഷണം പൂർത്തിയാക്കിക്കൊള്ളണം എന്നുള്ളതാണ്. ഇനി if he has no jurisdiction to try the case or commit it for trial, the considers further detention unnecessary. എന്നാൽ ഇതിൽ ഈ മജിസ്ട്രേറ്റിന് കേസ് ട്രയൽ നടത്താൻ അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഫർദർ ഡിറ്റൻഷൻ എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ കൂടുതലിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുമ്പോഴാണ് 24 hours കൂടുതൽ വേണമെന്നുള്ള സാഹചര്യത്തിലാണ് 15 days ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇനി എന്നാൽ അതിൽ കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഈ കേസ് ട്രയൽ നടത്താൻ ജൂറിസ്ഡിക്ഷൻ ഉള്ള മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ,
ഇനി ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡീറ്റൻഷൻ ഓഫ് അത് കഴിഞ്ഞിട്ടാണ് 15 ഡേയ്സിൽ കൂടുതൽ ഡീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള മതിയായിട്ടുള്ള തെളിവുകളും അതിനുള്ള ഗ്രൗണ്ടുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് അതിനനുസരിച്ചാണ് എന്ത് പറയുന്നത്. ഇപ്പോൾ ഏത് മജിസ്ട്രേറ്റ് ആണ്? കൺസേൺഡ് മജിസ്ട്രേറ്റ് ആണ്. ട്രയൽ നടത്താൻ അധികാരമുള്ള മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ 15 ദിവസത്തിൽ കൂടുതൽ ഡീറ്റൻഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ, അതിനുള്ള ഗ്രൗണ്ടുകൾ ഉണ്ട് എങ്കിൽ അതിനുള്ള ഉത്തരവിടും. ഇനി ആദ്യത്തെ ദിവസമാണ് പറയുന്നത് 90 ദിവസം, 90 ഡേയ്സ് വേർ ദ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റ്സ് ടു ആൻ ഓഫൻസ്. ഇനി നിങ്ങൾ ചെയ്ത കുറ്റകൃത്യം എന്ന് പറയുന്നത് ആ കുറ്റകൃത്യത്തിന് കിട്ടുന്ന പണിഷ്മെന്റ് ഡെത്ത് പെനാലിറ്റിയോ ലൈഫ് ഇംപ്രിസ്മെന്റോ അതല്ലെങ്കിൽ 10 വർഷമോ അതിൽ കൂടുതൽ ജീവപര്യന്തമോ അതല്ലെങ്കിൽ എന്താണ് ഡെത്ത് പെനാലിറ്റിയോ അതല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ മാക്സിമം കസ്റ്റഡിയിൽ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള എത്ര ദിവസം വരെയാണ്? 90 ദിവസം വരെയാണ്. അപ്പോൾ ഈ 90 ദിവസം ആരാണ് അലോ ചെയ്യുന്നത്? കോടതിയാണ് അലോ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത നേച്ചർ, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അക്യൂസേഷൻ നോക്കുന്നു. ഈ അക്യൂസേഷൻ അനുസരിച്ച് തെളിവുകളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണം? 90 ദിവസം. അപ്പോൾ ഈ 90 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത എന്താണ് ഒഫൻസ്, ഈ ഒഫൻസിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒഫൻസിൻ്റെ പണിഷ്മെൻറ്റ് ഒന്നുകിൽ ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 10 ഇയർ ഓർ മോർ കിട്ടുന്ന തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള മാക്സിമം എത്രയാണ്? 90 ദിവസം വരെയാണ്. എന്നാൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡേയ്സ്. ഈ 60 ഡേയ്സ് എന്ന് പറയുന്നത് മറ്റ് ഇപ്പം തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള പണിഷ്മെൻറ്റ് കിട്ടുന്ന തരത്തിലല്ലാതെയുള്ള ബാക്കി ഏത് കുറ്റകൃത്യങ്ങളാണെങ്കിലും 60 ദിവസമാണ്. ഈ പറയുന്ന എന്താണ് 90 അല്ലെങ്കിൽ 60 ഈ ഒരു വ്യക്തിയെ ഇപ്പം എന്താണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 24 മണിക്കൂറിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ 15 ദിവസം. ഈ 15 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ നേച്ചർ അനുസരിച്ച് 90 ദിവസം വരെ പോകാം അല്ലെങ്കിൽ 60 ദിവസം വരെ പോകാം. ഓക്കെ, ഇനി ഇതിനകത്ത് വെച്ച് എന്താണ് പോലീസ് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി FIR എന്താണ് റിപ്പോർട്ട്, ഫൈനൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ്, അതുമായി സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് കഴിയും? വിചാരണ തുടങ്ങുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ 90 ദിവസത്തിനകത്തോ 60 ദിവസത്തിനകത്തോ 15 ദിവസത്തിനകത്തോ ഒക്കെ വെച്ചിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻസ് പൂർത്തിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കുറ്റകൃത്യം എന്താണ് ജാമ്യമില്ലാത്ത തരത്തിലുള്ളതാണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഈ പറയുന്ന പീരീഡ് കഴിഞ്ഞാൽ പിന്നീട് ജാമ്യം കൊടുത്ത് വിട്ടിരിക്കണം. 90 ദിവസത്തിൽ കൂടുതൽ 60 ദിവസത്തിൽ കൂടുതൽ ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല. അവിടെയുള്ള വ്യക്തമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം, ഈ 90 അല്ലെങ്കിൽ 60-നകത്ത് വെച്ച് തന്നെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലാണ് നിങ്ങളെ ബെയിൽ കൊടുത്ത് ജാമ്യത്തിൽ നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള അധികാരമല്ല അവകാശമുള്ള. എന്നാൽ ഈ 90 അല്ലെങ്കിൽ 60 എന്ന് പറയുന്ന ഇപ്പം പറഞ്ഞ ഈ ടൈം പീരീഡിനകത്ത് വെച്ച് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയി പിന്നെ പുറത്ത് വരാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാൻ ട്രയൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ട്രയൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വിചാരണ തടവുകാരനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വിചാരണ തടവുകാരനായിട്ട് നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. പിന്നെ വിചാരണ എല്ലാം കഴിഞ്ഞ് കോടതിയുടെ ഫൈനൽ എന്താണ് ജഡ്ജ്മെൻറ്റ് വരുന്നതിന് ശേഷം അതനുസരിച്ച് ബാക്കി എന്തായിരിക്കും, ബാക്കി വിധി എങ്ങനെയാണോ അതനുസരിച്ചായിട്ടായിരിക്കും നമ്മൾ പുറത്ത് പോകണോ അകത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കിടക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ അക്യൂസ്ഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ. അപ്പോൾ മജിസ്ട്രേറ്റ് എപ്പോഴാണെങ്കിലും ഇൻ പേഴ്സൺ വ്യക്തിപരമായിട്ട് ഈ അക്യൂസ്ഡ് പേഴ്സണെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇൻ പേഴ്സൺ ആ വ്യക്തിയെ തന്നെ നേരിട്ട് ഹാജരാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ തരത്തിൽ 90, 60, 15 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫർദർ ഡിറ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞു, കോടതി 15 കഴിഞ്ഞു, ഇനിയും വേണം അവന് 90 ദിവസം കൈ കിട്ടണം. അപ്പോൾ എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയെ തന്നെ വീണ്ടും ആൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്നറിയണ്ടേ. അപ്പോൾ ഇദ്ദേഹത്തിനെ ഈ അക്യൂസ്ഡ് പേഴ്സണെ വീണ്ടും കോടതിയുടെ മുന്നിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ തരത്തിൽ ഡീറ്റൻഷൻ ഡേയ്സ് കൂട്ടിക്കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി എന്നാൽ എന്താണ് അക്യൂസ്ഡിനെ ഈ നേരിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിൽ വീഡിയോ കോൺഫറൻസിങ് ഒക്കെ ഇട്ട് അങ്ങനെ കാണിച്ചു കൊടുത്താലും മതി. ഓക്കെ,
ഇനി ഈ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നോ മജിസ്ട്രേറ്റ് ഓഫ് ദ സെക്കൻഡ് ക്ലാസ് നോട്ട് സ്പെഷ്യലി എംപവേർഡ് ഇൻ ദിസ് ബിഹാഫ് ബൈ ദ ഹൈക്കോർട്ട് ഷാൽ ഓതറൈസ് ഡിറ്റൻഷൻ ഇൻ കസ്റ്റഡി ഓഫ് ദ പോലീസ്. അതായത് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് എന്തിനുള്ള ഇത് പോലീസ് കസ്റ്റഡിയിൽ ഡിറ്റെയിൻ ചെയ്ത് വിടാനുള്ള അധികാരമില്ല. ഇല്ലെങ്കിൽ സ്പെഷ്യൽ ഹൈക്കോടതി ആ തരത്തിൽ പ്രത്യേക അധികാരം കൈമാറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികൾക്കാകാം. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ഡിറ്റൻഷൻ ഓർഡർ പാസ്സാക്കാനുള്ള അധികാരം അവർക്കില്ല. ഇനി എന്നാൽ നമ്മൾ കണ്ട 90, 60 ഈ പറയുന്ന ദിവസങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ഡീറ്റെയിൻ ചെയ്യുന്ന ദിവസം കഴിഞ്ഞാൽ ഈ വ്യക്തി ജാമ്യത്തിലെടുക്കണം. അതായത് ബെയിൽ ഫർണിഷ് ചെയ്താൽ മാത്രമേ ഇദ്ദേഹത്തിനെ പുറത്തുവിടാനുള്ളത്. ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കേണ്ടി വരും. ദ അക്യൂസ്ഡ് ഷാൽ ബി ഡീറ്റെയിൻഡ് ഇൻ കസ്റ്റഡി സോ ലോങ് ആസ് ഹി ഡസ് നോട്ട് ഫർണിഷ് ബെയിൽ. അതായത് ജാമ്യത്തിനുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തിന് പുറത്തു പോകാൻ ബെയിലിനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടില്ലാത്ത പക്ഷം എവിടെ തന്നെ കിടക്കേണ്ടി വരും, കസ്റ്റഡിയിൽ തന്നെ. ഈ 90 ദിവസം കഴിഞ്ഞാലും 60 ദിവസം കഴിഞ്ഞാലും അവിടെ തന്നെ കസ്റ്റഡിയിൽ തന്നെ തുടരേണ്ടി വരും. ഇനി ഓക്കെ, അടുത്തത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ദ അക്യൂസ്ഡ് പേഴ്സൺ മേ ബി പ്രൂവ്ഡ് ബൈ ഹിസ് സിഗ്നേച്ചർ ഓൺ ദ ഓർഡർ ഓതറൈസ്ഡ് ഇൻ ഡീറ്റൻഷൻ ഓർ ബൈ ദ ഓർഡർ സെറ്റ്. അപ്പം ഈ വ്യക്തിയെ തന്നെ ഹാജരാക്കണം എന്നുണ്ട് നേരിട്ട്. അതായത് നമുക്ക് ഫർദർ ഡീറ്റൻഷൻ ഇനി കൂടുതൽ സമയം വേണം, അപ്പം ഈ പ്രതിയെ തന്നെ ഇവിടെ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉത്തരവിട്ടാൽ അങ്ങനെ തന്നെ ഹാജരാക്കുക. അതല്ല ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇനി അടുത്തൊരു കാര്യം, 18 താഴെയുള്ള വുമണോ അത് മാത്രമല്ല ഇൻ ദ കേസ് ഓഫ് എ വുമൺ അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ് ദ ഡീറ്റൻഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഒന്നുകിൽ റിമാൻഡ് ഹോമിലോ റെക്കഗ്നൈസ്ഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ 18 താഴെയുള്ള പെൺകുട്ടികളെ ഇതേ തരത്തിൽ ഡീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റിമാൻഡ് ഹോമുകളിലേക്കോ റെക്കഗ്നൈസ്ഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അവരെ പാർപ്പിക്കാൻ പാടുള്ളൂ. ഇനി പോലീസ് സ്റ്റേഷനിലോ പോലീസ് കസ്റ്റഡിയിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ ഒരു വ്യക്തിയെ വെക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ജയിലായിട്ട്, അത് പ്രിസണായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് മാത്രമേ, ഇപ്പം റിമാൻഡ് ഹോം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജയിലുകൾ, അത് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നതാകാം, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നതാകാം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കസ്റ്റഡിയിൽ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇനി 188 അനുസരിച്ച് ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബൈ സബോർഡിനേറ്റ് പോലീസ് ഓഫീസറാണ് 188 പറയുന്നത്. അപ്പോൾ പോലീസിലെ കീഴുദ്യോഗസ്ഥൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ്. വെൻ എനി സബോർഡിനേറ്റ് പോലീസ് ഓഫീസർ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ് പോലീസ് ഓഫീസർ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് കൈമാറണം എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് 189 അനുസരിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ പ്രതി എന്ന് പറയുന്ന റിലീസ് ഓഫ് അക്യൂസ്ഡ് വെൻ എവിഡൻസ് ഈസ് ഡെഫിഷ്യൻ്റ് എന്നുള്ളതാണ്. തെളിവ് അപര്യാപ്തമാണെങ്കിൽ പ്രതിയെ മോചിപ്പിക്കണം. നോക്കിക്കോ, ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് ഈ പോലീസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ സ്റ്റേഷന് മനസ്സിലാകുകയാണ് ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കാനും കീപ്പ് ചെയ്യാനും മതിയായ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ സഫിഷ്യൻ്റ് there is not sufficient എവിഡൻസ് ഇല്ല, നോ സഫിഷ്യൻ്റ് എവിഡൻസ് ആണ്, വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതും, അത് മാത്രമല്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഒരു ബെയിലോ ബെയിൽ ബോണ്ടോ ജാമ്യ വ്യവസ്ഥയോടുകൂടി അദ്ദേഹത്തെ മോചിപ്പിക്കേണ്ടതും ആകുന്നു. ഇനി അതല്ല ഒരു മജിസ്ട്രേറ്റ് എംപവേർഡ് ടു ടേക്ക് കോഗ്നൈസൻസ് ഓഫ് ദ ഒഫൻസ് ഓഫ് ദ പോലീസ് റിപ്പോർട്ട് ആൻഡ് ട്രൈ ദ അക്യൂസ്ഡ് ഓർ ടു കമ്മിറ്റ്. അപ്പോൾ തെളിവുകൾ അപര്യാപ്തമാണ് എന്നുണ്ടെങ്കിൽ ഈ കൺസേൺഡ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ ഇത് ട്രൈ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ കമ്മിറ്റ് ഹിം ഫോർ ട്രയൽ എന്നുള്ളതാണ്. അപ്പം തെളിവ് അപര്യാപ്തമാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പ്രതിയെ നമുക്ക് വെറുതെ വിടാവുന്നതാണ്. അതാണ് 189 അനുസരിച്ച്. എന്നാൽ 190 അനുസരിച്ച് ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കെതിരെ വ്യക്തമായിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ
അപ്പോഴും ഈ പോലീസ് ഓഫീസർ ഈ അക്യൂസ്ഡ് പേഴ്സണെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അക്യൂസ്ഡിനെ കമ്മിറ്റ് ചെയ്യുകയോ ട്രയൽ ചെയ്യുകയോ ചെയ്യുന്നു. ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അത് മാത്രമല്ല എന്താണ്, ഇനി തെളിവുകളുണ്ട്, ഇദ്ദേഹത്തിനെതിരെ തെളിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു, അതനുസരിച്ച് കേസ് തെളിവുകളുണ്ടെങ്കിൽ കേസ് എന്താണ് ഫർദർ. അപ്പം ഇദ്ദേഹത്തിനെതിരെ എന്താണ് ഒരു വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിൽക്കുകയാണെങ്കിൽ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനുള്ള അടുത്ത ഉത്തരവ് കൊടുക്കാം, ഫർദർ പ്രൊസീഡിങ്സിലേക്ക് കടക്കാവുന്നതാണ്. ഇനി ഈ പ്രതി എന്ന് പറയുന്ന ആളെ ഇപ്പം നമ്മുടെ കസ്റ്റഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, കാരണം ചില ജാമ്യ വ്യവസ്ഥകളോട് കൂടി ഇദ്ദേഹത്തെ പറഞ്ഞു വിടാമല്ലോ. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റിയൊക്കെ വാങ്ങിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞ് കേസിൻ്റെ ആവശ്യത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും പ്രസൻ്റ് ആകണമെന്ന് ആവശ്യം. Complainant and witness not to be required to accompany police officer and not to be subject to restraint എന്നുള്ളതാണ്. ഈ കംപ്ലൈനന്റിനെയും പരാതിക്കാരനെയും സാക്ഷികളെയും ഒക്കെ തടഞ്ഞു വെക്കാനും പാടില്ല. അതുമാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അക്കമ്പനി ചെയ്യണമെന്ന് പറയാനും പാടില്ല, ഇവരെ തടഞ്ഞു വെക്കാനും പാടില്ല എന്നുള്ളതാണ്. നോ കംപ്ലൈനൻ്റ്, ഒരു പരാതിക്കാരനെ ഒരു സാക്ഷികളോ, അതായത് ഒരു ഈ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പരാതി പറഞ്ഞവന് ഞങ്ങളുടെ കൂടെ തന്നെ വരണം, ഇവരെ തടഞ്ഞു വെക്കാനുള്ള സബ്ജക്റ്റ് അൺനെസസറി ആയിട്ട് ഇവരെ തടഞ്ഞു വെക്കാൻ പാടില്ല. അവർക്കൊരു ഇൻകൺവീനിയൻറ്റ് പരാതി പറഞ്ഞു, അവർ പോയി, എന്നാൽ ഈ അന്വേഷണം നടക്കുന്ന സമയത്തല്ലേ ഇവരും കൂടെ വരണം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഏതെങ്കിലും കംപ്ലൈനൻ്റോ സാക്ഷികളോ ഇതേപോലെ ഇവരുടെ അടുത്ത് നിന്ന്, പരാതിക്കാരുടെ അടുത്ത് നിന്ന്, സാക്ഷികളുടെ അടുത്ത് നിന്നൊക്കെ ബോണ്ട് ആവശ്യപ്പെടാമല്ലോ. ബെയിൽ ബോണ്ടല്ല, കാരണം പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടോ വിചാരണ സമയത്ത് കോടതിയിലൊക്കെ ഇവരുടെ പ്രസൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ബോണ്ട് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി അങ്ങനെ ഇവർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷന് ഇതെന്ത് ചെയ്യാവുന്നതാണ്, മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാവുന്നത്. ഹൂ മേ ഡീറ്റെയിൻ ഹിം ഇൻ കസ്റ്റഡി അണ്ടിൽ ബോണ്ട് കിട്ടുന്നത് വരെ. അതായത് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ പരാതിക്കാരോട് വിറ്റ്നസിൻ്റെ ഒക്കെ അടുത്ത് ഒരു ബോണ്ടാണ് ആവശ്യപ്പെടുന്നത്. കാരണം പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലോ സ്റ്റേഷനിലോ ഒക്കെ ഇവരുടെ പ്രസൻസ് ആവശ്യമാണ്, ഇവർ വരണം. അപ്പോൾ ഇപ്പോഴും ഇവരെന്ത് ചെയ്യുന്നില്ല, ഈ ബോണ്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്യുകയും മജിസ്ട്രേറ്റിന് ഇവരുടെ അടുത്ത് ബോണ്ട് തരുന്നത് വരെ ഇവരെ കസ്റ്റഡിയിൽ കീപ്പ് ചെയ്യാൻ ഓർഡർ ഇടാൻ അധികാരമുണ്ട്. ദെൻ അടുത്തയാണ് 192 പറയുന്നു ഡയറി ഓഫ് പ്രൊസീഡിങ്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ. ഇതിന് കേസ് ഡയറി എന്ന് പറയും, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഡയറിയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഡയറി എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഡേ ടു ഡേ കാര്യങ്ങൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അതിൽ രേഖപ്പെടുത്തുകയാണ്. വേറൊന്നുമല്ല, ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിനകത്ത് രേഖപ്പെടുത്തുകയുള്ളൂ. ഈ പറയുന്ന ഡയറി എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആയിട്ട് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ വിറ്റ്നസ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ക്രിമിനൽ കോടതി ഈ കേസ് ഡയറിയെ എപ്പോഴാണോ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രോസിക്യൂട്ടർക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന കേസ് റെക്കോർഡൊക്കെ അനുസരിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പോലീസ് ഡയറി എന്ന് പറയുമ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ല, മറിച്ച് ആ കേസുമായി സംബന്ധിക്കുന്ന ഡേ ടു ഡേ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു കേസ് ഡയറി അല്ലെങ്കിൽ ഫൈനൽ ഡയറി എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് അങ്ങനെ ഒരു എവിഡൻഷ്യറി വാല്യൂ ഒന്നുമില്ല. അതായത് അതിനെ ക്രോസ് ചെയ്യാനോ ചീഫ് ചെയ്യാനോ അങ്ങനെയൊന്നും ഉള്ള ഒരു ഇതൊന്നുമില്ല. ദെൻ 193 ഏറ്റവും അവസാനം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് തയ്യാറാക്കുകയാണ്, റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞത് അങ്ങേയറ്റം ഡിലേ ഇല്ലാതെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സെക്ഷൽ ഒഫൻസുകളൊക്കെ കുറിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ 64 തൊട്ട് 71 വരെ ഉള്ളതോ അല്ലെങ്കിൽ പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 2 മന്തിനകത്ത് വെച്ച് തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതാണ് എന്നുള്ളതാണ്.
അടുത്ത് പറയുന്നു, ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ ഈ ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ കൊഗ്നൈസൻസ് എടുക്കാൻ അധികാരമുള്ള മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഫോർവേഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പ്രത്യേകം റൂൾസുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ റൂൾ അനുസരിച്ച് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കണം. പാർട്ടികളുടെ പേര്, എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത്, എന്ത് തരത്തിലുള്ള ഇൻഫർമേഷനാണ്, ഓക്കെ, ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, പേരുകൾ, സാഹചര്യങ്ങൾ എല്ലാം അതിനകത്തുണ്ടായിരിക്കണം. ഏത് തരത്തിലുള്ള ഒഫൻസാണ് ഇവിടെ നടന്നിട്ടുള്ളത്, നേച്ചർ ഓഫ് ദ ഒഫൻസ് എങ്ങനെയാണ്, അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈ അറസ്റ്റ് ചെയ്ത വ്യക്തി ഇപ്പോൾ എവിടെയാണ്, അയാൾ ജാമ്യം വല്ലതും കൊടുത്ത് വിട്ടിട്ടുണ്ടോ, അതോ കസ്റ്റഡിയിലാണോ, അതല്ല ഇനി കസ്റ്റഡിയിലാണെങ്കിൽ അദ്ദേഹത്തിനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചേർത്തുകൊണ്ട് ആയിരിക്കണം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇനി അടുത്തതാണ് 194 പോലീസ് എന്ന് പറയുന്നത് സൂയിസൈഡ് കേസുകൾ, അതായത് അൺനാച്ചുറലായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എങ്ങനെയാണ് എൻക്വയറി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഈ തരത്തിലുള്ള കേസുകൾ, സൂയിസൈഡ്, അൺനാച്ചുറൽ ഡെത്തുകൾ, അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് അധികാരമുള്ള ഏതെങ്കിലും അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിയോഗപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി സൂയിസൈഡ് നടത്തുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഹോമിസൈഡ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആനിമൽ വഴിയോ അതല്ലെങ്കിൽ മെഷീൻ വഴിയോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയോ അതല്ല എന്നുണ്ടെങ്കിൽ റീസണബിൾ സസ്പീഷൻസ്, അതായത് സംശയിക്കത്തക്ക കാരണങ്ങൾ, നാച്ചുറലായിട്ട് മരിച്ചതല്ല, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹീ ഷാൽ ഇമ്മീഡിയറ്റ്ലി ഗീവ് ഇൻഫർമേഷൻ ദെയർ ഓഫ് ടു ദ നിയറസ്റ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഈ വിചാരണ അല്ലെങ്കിൽ ഇതിനെ പരിശോധനയൊക്കെ നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം നിയറസ്റ്റ് ആയിട്ടുള്ള ആരെ അടിക്കണം? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ വിവരം ധരിപ്പിക്കുകയും അൺലെസ് അതർവൈസ് ഡയറക്റ്റ് മറ്റേതെങ്കിലും റൂളുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ലാത്ത പക്ഷം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അറിയിപ്പിക്കുക. അപ്പോൾ സൂയിസൈഡ് മാത്രമല്ല, സൂയിസൈഡ് അൺനാച്ചുറലായിട്ട് പറയുന്ന എല്ലായിടത്തും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത്, ആനിമൽ വഴി കൊല്ലുന്നത്, മെഷീനറികൾ വഴി ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്സിഡൻറ്റ് പറ്റുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നാച്ചുറൽ അല്ലാത്തതും സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ മരണം സംഭവിച്ചതാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നത് ആ സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥനോ അതല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥനോ എന്ത് ചെയ്യുക? എത്രയും വേഗം നിയറസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ ഇത് അറിയിപ്പിക്കുക. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ജനറലോ സ്പെഷ്യലോ ഡിസ്ട്രിക്ട് ഓർഡറോ ഓഫ് ദ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യണം? ആ പ്ലേസിലേക്ക് പോവുകയും അങ്ങനെ ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 അതിലധികമോ റെസ്പെക്റ്റബിൾ അവിടെയുള്ള ആ പരിസരവാസികളായിട്ടുള്ള റെസ്പെക്റ്റബിൾ ഇൻഹാബിറ്റൻസിൻ്റെ സാന്നിധ്യത്തിൽ അതെന്ത് ചെയ്യണം? ആ പറയുന്ന ബോഡി എന്ന് പറയുന്നത് ഷാൽ മേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് അതിൻ്റെ കാരണമായാക്കുന്ന മരണത്തിന് കാരണമാകാവുന്ന ഒരു അതുപോലെ തന്നെ കോസ് ഓഫ് ദി ഡെത്ത് ഡിസ്ക്രൈബിങ് സച്ച്, അത് ബോഡിയിലുള്ള മുറിവ് എത്രയുണ്ട്, ഫ്രാക്ചറുകൾ, ബ്രൂസുകൾ, ചതവുകൾ, അതുപോലെ തന്നെ ഇഞ്ചുറി, അതെല്ലാം മാർക്ക് ചെയ്യുക. ഏത് രീതിയിലായിരിക്കാം മരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, എന്ത് വെപ്പണായിരിക്കും ഉപയോഗിക്കുന്നത്, അതങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇനി ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥനും അതിൽ ഒപ്പിടണം. അതുപോലെ തന്നെ ഇതിനെ ഇതിൻ്റെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആർക്കാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ 24 മണിക്കൂറിനകത്ത് വെച്ച് തന്നെ ആ റിപ്പോർട്ട് അയക്കുകയും വേണം എന്നുള്ളതാണ്. അതേ പോലീസ് ഓഫീസർ ആൻഡ് അതർ പേഴ്സൺസ് എന്നുള്ളതാണ്. ഈ അതർ പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or 3 ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞില്ലേ, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് ഇൻക്വസ്റ്റ് തയ്യാറാക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് അവർ കൂടി സൈൻ ഇടുക എന്നുള്ളതാണ്. ഇനി എപ്പോഴാണോ ഒരു വുമൺ, അതായത് ഒരു സ്ത്രീയുടെ മരണം സംഭവിക്കുന്നത്, ഈ സ്ത്രീയുടെ മരണം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 7 വർഷത്തിനുള്ളിലാണ് മരണം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കേസ് എന്ന് പറയുന്നത് 7 years ഓഫ് ഹെർ മാരേജ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് സംശയിക്കത്തക്ക കാരണങ്ങളുണ്ട്. ഈ വുമണിൻ്റെ മരണം എന്ന് പറയുന്നത് സ്വാഭാവികമല്ല എന്നുണ്ടെങ്കിൽ
ഈ കേസ് എന്ന് പറയുന്നത് വുമൺ വിത്തിൻ 7 years ഓഫ് ഹർ മാരേജ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദ പോലീസ് ഓഫീസർ ഓ ഫോർ എനി അതർ റീസൺ കൺസിഡേർഡ് ഈസ് എക്സ്പീഡിയൻറ്റ് ടു ഡു സോ എന്നുള്ളതാണ്. അതായത് ഈ 7 yearsനകത്ത് വെച്ച് മരിക്കുകയും അങ്ങനെ സംശയിക്കത്തക്ക കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എനി റിലേറ്റീവ് ഓഫ് ദ വുമൺ അതിനകത്ത് എന്തുണ്ട് അങ്ങനെ റിക്വസ്റ്റ് നടത്തുകയാണ്. ഇത് ഞങ്ങൾക്ക് സംശയിക്കത്തക്ക കാരണങ്ങളുണ്ട്, സ്വാഭാവിക മരണമല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സബ്ജക്റ്റ് സച്ച് റൂൾസ്, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന മറ്റ് റൂളുകൾക്ക് വിധേയമായിട്ട് ഇതെന്ത് ചെയ്യണം, ഫോർവേഡ് ദ ബോഡി വിത്ത് വ്യൂ ടു ഇറ്റ്സ്, ഇത് എക്സാമിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിയറസ്റ്റ് സിവിൽ സർജന് ബോഡി എന്താണ് ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിനെ അവിടേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ സിവിൽ സർജൻ വരികയോ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇത് എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ എന്താണ് ഇനി എന്താണ് മറ്റ് തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോഡി എക്സാമിൻ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് എന്താണ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇൻക്വസ്റ്റുകൾ തയ്യാറാക്കുക. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നവരാണ് ഇവരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് 195 അനുസരിച്ച് പവർ ടു സമ്മൺ പേഴ്സൺസ് എന്നുള്ളതാണ്. ദെൻ ഒരു പോലീസ് ഓഫീസർ തൊട്ട് മുമ്പേ നമ്മൾ 194 കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പ്രൊസീഡ്. അപ്പം 194 അനുസരിച്ച് 194 ഓക്കെ 194 അനുസരിച്ചിട്ടാണ് ഈ സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കണ്ടത്. ഓക്കെ, അതിനുശേഷം അത് കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് 195 അനുസരിച്ച് ഓക്കെ ഇതേപോലെയുള്ളൊരു കുറ്റകൃത്യം നടന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഡർ റൈറ്റിങ്ങിലാണ് സമ്മൺ 2 or more പേഴ്സൺ. അപ്പോൾ എന്താണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ 7 വർഷത്തിനകത്ത് വെച്ച് മരിച്ചു, അസ്വാഭാവികതയുണ്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലുമൊക്കെ ഇത് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്താമെന്നുള്ളത്, ആരെങ്കിലും വിളിച്ചു വരുത്തുക എന്നുള്ളതല്ല, സംശയമുള്ള വ്യക്തികളെയൊക്കെ വിളിച്ചു വരുത്താം. അതുമായിട്ട് എന്താണ് ആ കേസുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആൾക്കാരെ ഓക്കെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ വിളിക്കുന്ന ആൾക്കാർ സമൺ ചെയ്യുന്ന വ്യക്തികൾ വരേണ്ടതും ന്യായമായിട്ടുള്ളതും എല്ലാം സത്യസന്ധമായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതുമാണ്. എന്നാൽ ഇപ്പം നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരു വ്യക്തി, ചോദ്യം ചെയ്യലിനായിട്ട് വിളിച്ചു വരുത്തുന്ന വ്യക്തി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിനെ ക്രിമിനലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന്. നോ മെയിൽ എന്നാൽ ഈ 15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയും അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള ഓർ ദേ അബോവ് ദ ഏജ് ഓഫ് 60 years, അപ്പം 15 ആണുങ്ങളാകുമ്പോൾ 15-ൽ താഴെ അതുപോലെ തന്നെ 60-ന് മുകളിൽ ഉള്ള ആൾക്കാരെയും അതുമാത്രമല്ല വുമൻസിനെയും മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയും അല്ലെങ്കിൽ അക്യൂട്ട് അങ്ങേയറ്റം മാരകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖം പിടിച്ച് കിടക്കുന്ന ആൾക്കാരെയും എന്ത് ചെയ്യാൻ പാടില്ല, അവർ ഇപ്പോൾ ജീവിക്കുന്ന സ്ഥലമല്ലാതെ മറ്റൊരു പ്ലേസിലേക്ക് അവരെ വിളിച്ചു വരുത്തി അന്വേഷണം നടത്താൻ പാടുള്ളതല്ല. എന്നാൽ ഈ പറയുന്ന വ്യക്തികളൊക്കെ സാരമില്ല ഞങ്ങൾ വരുന്നോളാം, നേരിട്ട് വന്നുകൊള്ളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തടയാനും പാടില്ല. ഇനി അഥവാ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പെൻസുകൾ കോസ്റ്റൊക്കെ കൊടുത്തിരിക്കണം എന്നുള്ളത്. 196 ഇൻക്വയറി ബൈ മജിസ്ട്രേറ്റ് ഇൻറ്റു കോസ് ഓഫ് ഡെത്ത് എന്നുള്ളതാണ് അടുത്ത പ്രൊവിഷൻ പറയുന്നത്. ഓക്കെ, 196 അനുസരിച്ച് ഒരു മജിസ്ട്രേറ്റിന് വെൻ ദ കേസ് ഈസ് ഓഫ് ദ നേച്ചർ ഓഫ്, അതായത് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടിട്ടുള്ള നേച്ചറിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ 194 അനുസരിച്ച് സൂയിസൈഡ്, അൺനാച്ചുറലായിട്ട് പറഞ്ഞ ഡെത്തിൽ പെട്ടൊക്കെ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് മജിസ്ട്രേറ്റിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അധികാരമുള്ള നിയറസ്റ്റ് മജിസ്ട്രേറ്റ് ആൻഡ് ഇൻ എനി അതർ കേസ് ഓക്കെ മറ്റേതെങ്കിലും കേസുകളിലാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് ഈ എംപവർ ചെയ്തിട്ടുള്ള അധികാരമുള്ള ഈ മജിസ്ട്രേറ്റ് അതിനെക്കുറിച്ച് ഇൻക്വയറി നടത്താവുന്നതും ഇൻ അഡീഷൻ ടു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണം കൂടാതെ ഒരു ആ അധികാരമുള്ള ആ കേസ് ട്രയൽ ചെയ്യാൻ അധികാരമുള്ള മജിസ്ട്രേറ്റിന് ഇൻക്വയറി നടത്താവുന്നതും ആൻഡ് ഇഫ് ഹി ഡസ് സോ ഹി ഷാൽ ഹാവ് ഓൾ ദ പവേഴ്സ് ഇൻ കണ്ടക്ടിങ്, അതായത് ഒരു ഒഫൻസ് ഇൻക്വയറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥർക്കുള്ള എല്ലാ അധികാരങ്ങളും ഈ പറയുന്ന മജിസ്ട്രേറ്റിനുണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. ഇനി
ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു മജിസ്ട്രേറ്റിന് നേരിട്ട് എൻക്വയറി നടത്താൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ കാണാതാകുന്നു, മരിക്കുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് റേപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു റേപ്പ് കേസുകളിലാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അങ്ങനെ റേപ്പ് നടക്കുന്ന സമയത്ത് ഈ പേഴ്സൺ എന്താണ് ഈ വുമൺ എന്ന് പറയുന്ന പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ മറ്റ് കേസിലാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്തോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ മജിസ്ട്രേറ്റിന് നേരിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്നതാണ്, അല്ല ഇൻക്വയറി. അപ്പം മജിസ്ട്രേറ്റ് ഇത്തരത്തിൽ ഇൻക്വയറി നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് എനി മാനർ, ഇനി ഈ പറയുന്ന എന്താണ് ഒരു കേസുമായിട്ട് ഏതൊക്കെ രീതിയിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുമോ അതേ രീതിയിൽ അദ്ദേഹത്തിന് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ രേഖപ്പെടുത്താവുന്നതും. ഇനി ആ മജിസ്ട്രേറ്റ് നോക്കുമ്പോൾ, അതായത് ഒരു എക്സാമിനേഷൻ, ഒരു ഡെഡ് ബോഡിയുടെ എക്സാമിനേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഓഫ് എനി പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി ഇൻറ്റേർഡ് in order to discover the cause of his death, the magistrate may cause the body to be disinterred and examined. അതായത് ഓൾറെഡി മറവ് ചെയ്യപ്പെട്ട ഒരു ബോഡിയാണ്, എക്സാമിനേഷൻ കഴിഞ്ഞ് മറവ് ചെയ്യപ്പെട്ട ഒരു ബോഡിയാണെങ്കിലും അതിനെ പുറത്തെടുക്കുകയും, അതായത് ഇപ്പം ഇൻക്വയറി നേരിട്ട് അന്വേഷണം നടത്തുന്ന മജിസ്ട്രേറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ബോഡിയെ പുറത്തെടുക്കാനും വീണ്ടും എക്സാമിനേഷൻ നടത്താനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. ഇനി ഇങ്ങനെ ഈ തരത്തിൽ മജിസ്ട്രേറ്റ് ഒരു എൻക്വയറി നടത്തുന്ന സമയത്ത് റിലേറ്റീവ്സിനെയും ഡിസീസ്ഡ് പേഴ്സൻ്റെ എന്താണ് ഇൻഫോം ദ റിലേറ്റീവ്സ് ഓഫ് ദ ഡിസീസ്ഡ് ഹൂസ് നെയിംസ് ആൻഡ് അഡ്രസ്സസ് ആർ നോൺ ആൻഡ് ഷാൽ അലോ ദം ടു റിമെയിൻ പ്രസൻറ്റ് അറ്റ് ദ ഇൻക്വയറി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നേരിട്ട് ഇൻക്വയറി നടത്തുന്ന സമയത്ത് ഇവരുടെ റിലേറ്റീവ്സിനെയൊക്കെ അറിയിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പറയുന്നത്. ഇനി ഈ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഈ ഇൻക്വയറി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, ഇൻക്വയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 24 മണിക്കൂറിനകത്ത് വെച്ച്, ഈ വ്യക്തി മരിച്ച് 24 മണിക്കൂറിനകത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ദ ബോഡി വിത്ത് വ്യൂ, അതായത് എക്സാമിനേഷൻ നടത്തുക എന്നുള്ള ഉദ്ദേശത്തിനകത്ത് വെച്ച് തന്നെ, അതായത് എന്താണ് നിയറസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നമ്മളിപ്പോൾ കൊടുക്കില്ലേ, അപ്പോൾ എന്താണ് നിയറസ്റ്റ് സിവിൽ സർജന് വേണ്ടിയിട്ട് അയക്കുക എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മെഡിക്കൽ പ്രാക്ടീഷണർമാരുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ബോഡി ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ പേരൻസ്, ചിൽഡ്രൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, സ്പൗസ് അതെല്ലാം ഉൾപ്പെടുന്നതാണ്. ഹസ്ബൻഡ്, വൈഫ്, ഹസ്ബൻഡാണ് മരിക്കുന്നതെങ്കിൽ വൈഫ്, വൈഫാണ് മരിക്കുന്നതെങ്കിൽ ഹസ്ബൻഡ്. ഇതാണ് സ്പൗസുകൾ എന്ന് പറയുന്നത്. ഇവരെല്ലാം റിലേറ്റീവ്സ് ആണ്. ഇവരെയൊക്കെ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെയോ അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ളവരെയൊക്കെ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. സോ നമ്മളുടെ എന്താണ് ഇൻഫർമേഷൻ, FIR എന്ന് പറയുന്നതും ആ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് അന്വേഷണ വിചാരണ നടത്താനുള്ളത്, ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ളതും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 173 തൊട്ട് 196 വരെയും നമ്മൾ കണ്ടത് FIRും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസാണ്. അപ്പോൾ BNSSൽ സിലബസ് അനുസരിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഇതോടൊപ്പം പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേൾക്കുക. ഓക്കെ.